ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പോർഷൻ ബാങ്കിങ് കമ്പനിയിലെ ലാസ്റ്റ് ഏരിയയിലോട്ടാണ് വരുന്നത്. പ്രൊവിഷനിങ് ഓൺ അഡ്വാൻസ് കവേർഡ് ബൈ ECGC DICGC ഗ്യാരണ്ടി, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിനകത്ത് ECGC എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ECGC ആൻഡ് DICGC ഗ്യാരണ്ടി സ്കീമാണല്ലോ പറയുന്നത്. അതിൽ ECGC പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. DICGC പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. സോ ഇതിൻ്റെ പ്രൊവിഷനിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തിയറിയാണ് പറയുന്നത്. ആദ്യം നമ്മൾ റിയലൈസ്ഡ് സെക്യൂരിറ്റീസിൻ്റെ റിയലൈസ്ഡ് വാല്യൂ തന്നിട്ടുണ്ടാവും. ആ റിയലൈസ്ഡ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിങ് അഡ്വാൻസസിൽ നിന്ന് ലെസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് അഡ്വാൻസസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് റിയലൈസബിൾ വാല്യൂ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അൺസെക്യൂർഡ് പോർഷൻ കിട്ടും. അതിനുശേഷം ആ അൺസെക്യൂർഡ് പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെക്യൂർഡ് പോർഷനിൽ നിന്ന് ഈ ECGC അതേപോലെ തന്നെ DICGC അത് ഡിഡക്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് നെറ്റ് അൺസെക്യൂർഡ് പോർഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അൺസെക്യൂർഡ് പോർഷന് നെറ്റ് അൺസെക്യൂർഡ് പോർഷന് 100% ആണ് പ്രൊവിഷൻ, അത് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്യൂർഡ് പോർഷന് ഓരോ പീരീഡിനെയും ബേസ് ചെയ്തിട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് പ്രൊവിഷൻ ചെയ്യുക. ഇനി ഒരു പ്രോബ്ലം നോക്കുക. ഒരു എക്സാമ്പിൾ 6 ആണ് നോക്കേണ്ടത് 182-ലെ. അതിനകത്ത് പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കാം. 31 മാർച്ച് 2020-ലെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഡൗട്ട്ഫുൾ കാറ്റഗറിയിലുള്ളതാണ് ആദ്യം പറയുന്നത്. 8 മന്ത്സിന്, 2 ഇയറിന്, അതേപോലെ തന്നെ 4 ഇയേഴ്സിന്, അങ്ങനെ 3 കാറ്റഗറി പീരീഡ്സിൽ തന്നിട്ടുണ്ട്. ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് 8 മന്ത്സിന് ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട്, 2 ഇയേഴ്സിനുണ്ട്, 4 ഇയേഴ്സിനുണ്ട്. അപ്പം ഇന്നലെ ഒരു കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇയർ വരെ എങ്ങനെയാണ്, 1 to 2, 3 ഇയർ വരെ എങ്ങനെയാണ്, മോർ ദാൻ 3 ആണെങ്കിൽ എങ്ങനെയായിരുന്നു പെർസെൻറ്റേജ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന് ബേസ് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊക്കെ പഠിച്ചു വെക്കണം. ഇനി ടേം ലോൺസ് 90 ലാക്ക് തന്നിട്ടുണ്ട്. DICGC 40% തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മാക്സിമം ഗ്യാരണ്ടി കൊടുക്കുന്നത് 20 ലക്ഷത്തിനാണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് ഹെൽഡ് 42 ലക്ഷം തന്നിട്ടുണ്ട്. പക്ഷെ റിയലൈസബിൾ വാല്യൂ 25 ലക്ഷമാണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം പ്രൊവിഷൻ. സോ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നെറ്റ് അൺസെക്യൂർഡ് പോർഷൻ കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് ടേം ലോൺ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് അഡ്വാൻസസിൽ നിന്ന് റിയലൈസബിൾ വാല്യൂ ലെസ് ചെയ്യണം. സോ ഈ പ്രോബ്ലത്തിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് ടേം ലോൺ തന്നിരിക്കുന്നത് 90 ലാക്കാണ്. 90 ലാക്കിൽ നിന്ന് റിയലൈസബിൾ വാല്യൂ ഓഫ് സെക്യൂരിറ്റി, അതായത് 42 ലക്ഷം തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിയലൈസബിൾ വാല്യൂ 25 ലക്ഷമാണ്. സോ 90 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺസെക്യൂർഡ് പോർഷൻ കിട്ടും. അൺസെക്യൂർഡ് പോർഷൻ 65 ലക്ഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് DICGC ഗ്യാരണ്ടി എത്രയാണോ കവർ ചെയ്യുന്ന എമൗണ്ട് അത് ലെസ് ചെയ്യുക. അത് തന്നിരിക്കുന്നത് ഇവിടെ 40%. പക്ഷേ മാക്സിമം 20 ലക്ഷം രൂപയെ കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 90 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം മൈനസ് ചെയ്തപ്പോൾ ബാക്കി അൺസെക്യൂർഡ് പോർഷൻ 65 ലക്ഷം കിട്ടി. 65 ലക്ഷത്തിൻ്റെ 40% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 26 ലക്ഷം കിട്ടും. 65 ലക്ഷത്തിൻ്റെ 40%, 65 ലക്ഷം ഇൻറ്റു 40/100 ചെയ്യുമ്പോൾ നമുക്ക് 65 ലക്ഷത്തിൻ്റെ 40% കാണുമ്പോൾ 26 ലക്ഷം കിട്ടും. പക്ഷെ നമ്മൾ 26 ലക്ഷം രൂപയും ആ ഗ്യാരണ്ടി കൊടുക്കില്ല. എന്തെങ്കിലും അത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. 26 ലക്ഷത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് മാക്സിമം 20 ലക്ഷം വരെ കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. സോ നമുക്ക് 20 ലക്ഷമേ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 65 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം ലെസ് ചെയ്താൽ നമുക്ക് നെറ്റ് അൺസെക്യൂർഡ് പോർഷൻ 45 ലക്ഷം കിട്ടും. അപ്പോൾ ഈ നെറ്റ് അൺസെക്യൂർഡ് പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ട്ഫുളിൻ്റെ കേസിൽ നമ്മൾ ഈ 3 പീരീഡിലെയും പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള 8 മന്ത്, 2 ഇയർ, 4 ഇയർ ഈ 3 പീരീഡിനെയും കാണണം. ഇനി സെക്യൂർഡ് പോർഷനും അൺസെക്യൂർഡ് പോർഷനും അതേപോലെ തന്നെ ഈ സെക്യൂർഡ് പോർഷൻ, അൺസെക്യൂർഡ് പോർഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഈ DICGC ഇതിനൊക്കെ വേറെ വേറെ കാണും. സോ ആദ്യം സെക്യൂർഡ് പോർഷൻ്റെയാണ് പറയണത്. അപ്പോൾ എത്രയാണ് സെക്യൂർഡ് പോർഷൻ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 90 ലക്ഷം ഉള്ളതിൽ 20 DICGCയുടെ ആണ് അല്ലേ. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 45 ആണുള്ളത്. ആ 45-ൽ നിന്ന് എഗെയിൻ വീണ്ടും നമ്മുടെ അൺസെക്യൂർഡ് മൊത്തം 90 ലാക്ക് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ
അൺസെക്യൂർഡ് പോർഷൻ 65 ലെസ് ചെയ്യുക, ബാക്കിയുള്ളത് 25ആണ്. സോ മൊത്തം ടേം ലോണിൽ നിന്ന് അൺസെക്യൂർഡ് പോർഷൻ ആയിട്ടുള്ള 65 ലക്ഷം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 90 മൈനസ് 65, 90 ലാക്ക് മൈനസ് 65. സോ ബാക്കിയുള്ള സെക്യൂർഡ് പോർഷൻ എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. സോ സെക്യൂർഡ് പോർഷൻ 25 എന്ന് എഴുതുക. ഇൻ ലാക്സിലാണ് 25 ലക്ഷം. സോ 25 ലക്ഷമാണെങ്കിൽ അതിന് പ്രൊവിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ ഇത്ര ലിമിറ്റിൽ കൂടിയില്ലെങ്കിൽ 15% ബേസിക് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ആ ലിമിറ്റ് മറികടന്നത് കൊണ്ട് ആദ്യത്തെ ബേസിക് 10, അതിൽ നിന്ന് 15 കൂടെ ആഡ് ചെയ്തിട്ട് 25% എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് 10%, അത് ഇത്ര ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 15% കൂടെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ സെക്യൂർഡ് പോർഷനുള്ള പ്രൊവിഷനാണ് ആദ്യം കാണുന്നത്. ആദ്യം 25% കാണുക. 25 ലക്ഷത്തിൻ്റെ 25% കാണുക. അപ്പം നമുക്ക് ഫസ്റ്റ് 1 ഇയറിൽ താഴെയാണെങ്കിൽ 8 മന്തിന് 6.25 ആണ് കിട്ടുക. 6,25,000. ജസ്റ്റ് ലാക്സിലാണ് പറയണത്, 0 ഇല്ലാണ്ട് കാണിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. സോ 25 ലക്ഷമാണ് സെക്യൂർഡ് പോർഷൻ. 90 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം മൈനസ് ചെയ്തപ്പോൾ 90 ലക്ഷത്തിൽ നിന്ന് അൺസെക്യൂർഡ് പോർഷൻ ആയിട്ടുള്ള 65 ലക്ഷം മൈനസ് ചെയ്തപ്പോൾ ബാക്കി 25 ലക്ഷമാണ് സെക്യൂർഡ് പോർഷൻ. അതിൻ്റെ പ്രൊവിഷനാണ് കാണുന്നത്. ബിലോ 1 ഇയർ, അതായത് 8 മന്ത്സ് ഉള്ള സമയത്ത് 25% നമ്മൾ കൊടുക്കേണ്ടത്. അത് തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് വായിച്ച് നോക്കാം. 25 × 25 ഡിവൈഡ് ബൈ 100 6.25 ആണ് കിട്ടുക. ഇനി ഫോർ 2 ഇയർ, ഇപ്പോൾ 1 to 3 ഇയർ ആണെങ്കിൽ 40%ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 25 × 40/100, അതായത് 25 ലക്ഷത്തിൻ്റെ 40%, 10 ലക്ഷം. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് മോർ ദാൻ 3 ഇയർ ആണെങ്കിൽ 100% ആണ്. സോ 25 ലക്ഷം തന്നെ എഴുതണം, കാരണം 25 × 25/100. അപ്പം അതാണ് അത്. ഇനി നെക്സ്റ്റ് അൺസെക്യൂർഡ് പോർഷൻ്റെ നോക്കുക. അതിൽ അൺസെക്യൂർഡ് പോർഷനകത്ത് ഈ ഗ്യാരണ്ടി DICGC സ്കീം പ്രകാരം 20 ലക്ഷം രൂപയാണ്. അതിന് പ്രൊവിഷൻ ഒന്നുമില്ല, അതിന് പ്രൊവിഷൻ എക്സംപ്റ്റഡ് ആണ്. സോ നില്ലെന്ന് എഴുതുക. അതിനുശേഷം അൺസെക്യൂർഡ് പോർഷൻ നോക്കുക. മൊത്തം 90-ലെ 25 സെക്യൂർഡും 45 അൺസെക്യൂർഡും 20 ഈ DICGCD ആണ് കേട്ടോ. ഈ 65 അൺസെക്യൂർഡിൽ തന്നെ ഗ്യാരണ്ടി സ്കീം കവർ ചെയ്യുന്നതാണ് 20%. ബാക്കി 45% മൊത്തം അൺസെക്യൂർഡ് ആയിട്ടുള്ളൂ. സോ നമ്മൾ മൊത്തം 90-ൽ നിന്ന് ഈ DICGCയും അതേപോലെ തന്നെ അൺസെക്യൂർഡും മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്യൂർഡ് പോർഷൻ 25 കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി അൺസെക്യൂർഡ് ബാക്കിയുള്ളത് 45 ലക്ഷമാണ്. മൊത്തം 90 ലക്ഷം ഉള്ളതിൽ 25 ലക്ഷം സെക്യൂർഡ് ആയിട്ടുള്ള പോർഷൻ, ബാക്കി 65 ലക്ഷം അൺസെക്യൂർഡ് ആയിട്ടുള്ള പോർഷനിൽ 20 ലക്ഷം ഗ്യാരണ്ടി സ്കീം പ്രകാരം കവേർഡ് ആണ് DICGC പ്രകാരം. ബാക്കി അൺസെക്യൂർഡ് ആയിട്ടുള്ള 45 ലക്ഷമാണ്. അൺസെക്യൂർഡിന് 100% ആണ് പ്രൊവിഷൻ. സോ എല്ലാത്തിലും ബിലോ 1 ഇയർ ആണെങ്കിലും 1 to 3 ആണെങ്കിലും മോർ ദാൻ 3 ഇയർ ആണെങ്കിലും എല്ലാത്തിലും 45 ലക്ഷം തന്നെ ഫുൾ എമൗണ്ടും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ആഡ് ചെയ്താൽ കറക്റ്റ് 90 ലാക്ക് കിട്ടും. 8 മന്ത്സിന് പ്രൊവിഷൻ 51.25 ആണ് കിട്ടുക. 2 ഇയറിന് 55 കിട്ടും. 4 ഇയറിന് 70 കിട്ടും. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇൻ ലാക്സിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് പറയുന്ന കാര്യം ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ ആണ്. ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അഡ്ജസ്റ്റഡ് അസറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. റിസ്ക് അഡ്ജസ്റ്റഡ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് RBI ഒരു സ്കീം, ഒരു റേഷ്യോ സിസ്റ്റം ഏപ്രിൽ 1992 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതിനെയാണ് ഈ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് ഇൻസോൾവൻസിയുടെ ഒരു റിസ്ക്, അതായത് ഇൻസോൾവെൻ്റ് ആയി പോവാതിരിക്കാൻ, ബാങ്കിന് ഒരു ഇൻസോൾവൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആൻഡ് റിസർവ്, ടോട്ടൽ ബാങ്കിങ് ബിസിനസ്സിൽ ഒരു ബാങ്കിന് എത്ര ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടോ അതിൻ്റെ ഇത്ര ശതമാനം അതിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള, അതിന്
ഇത്ര ശതമാനം ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് RBI പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. അത് ബാങ്കിങ് ബിസിനസ്സിലുള്ള കമ്പനീസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഇൻസോൾവൻസി റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഫണ്ട് ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് പ്ലസ് റിസ്ക് വെയ്റ്റഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാത്. സോ ഒരു ബാങ്ക് ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ മൊത്തം ഒരു ബാങ്കിൻ്റെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് 100 രൂപയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 9% എങ്കിലും അവർ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഒരു ബാങ്ക് അറ്റ് പ്രസൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇപ്പോഴത്തെ ഒരു എക്കോണമിയുടെ കണ്ടീഷൻ പ്രകാരം RBI പറയുന്നത് 9% എങ്കിലും ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. സോ 100 രൂപ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ബേസ് 9 രൂപയെങ്കിലും വേണം. സോ ഇത് ആനുവൽ അക്കൗണ്ട്സിൽ കാണിക്കുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ. സോ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റലാണുള്ളത്, ടയർ 1 ആൻഡ് ടയർ 2. ടയർ 1 എന്ന് പറയുന്നത് പെർമനൻറ്റ് ക്യാപിറ്റലാണ്. അതായത് അത് എപ്പോൾ വേണമെങ്കിലും ഏത് ക്രൈസിസ് വന്നാലും അത് റെഡിലി അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള, ലിക്വിഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് പെർമനൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടയർ 1. ടയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് പെർമനൻ്റ് ആണ്, അതായത് അത് റെഡിലി അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി റിസ്ക് വെയ്റ്റഡ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസറ്റിൻ്റെ വാല്യൂയുടെ കൂടെ ആ അസറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ അസറ്റിൻ്റെ വാല്യൂവിനകത്ത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ മാത്രമല്ല അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക്കും കൂടെ, അതിൻ്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ എല്ലാ അസറ്റിലും ആ റിസ്ക് അത് മൾട്ടിപ്ലൈ ചെയ്യണം, റിസ്ക് വെയ്റ്റ് ഫാക്ടറും കൂടെ അസറ്റിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എത്ര റിസ്ക് കൂടുതലുള്ള അസറ്റ്, റിസ്കി ആയിട്ടുള്ള അസറ്റ് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ക്യാപിറ്റലും കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അസറ്റ് ബാലൻസ് ഷീറ്റിലും അതേപോലെ തന്നെ അസറ്റ് മാത്രം, ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഓഫ് ബാലൻസ് ഷീറ്റ് ആയിട്ടും ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോയിനകത്ത് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് BAs നോക്കാം. ഒരു ചാപ്റ്ററും കൂടിയാണ് അക്കൗണ്ട്സിൽ പഠിക്കാനുള്ളത്, ഇൻഷുറൻസ്. ഈ പ്രൊവിഷൻ ഒന്ന് നോക്കുക നന്നായിട്ട്. ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലം ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കുക. എന്നിട്ട് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. എളുപ്പമാണ്, പക്ഷെ ഡൗട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്.